നമ്മൾ വിവാഹം കഴിച്ചിട്ട് പറഞ്ഞാൽ ഭാര്യയോ അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്ന ഭർത്താവോ വേറെ ആരെന്ത് ചെയ്താലും അതിന് കണക്കുണ്ടാവും. പക്ഷെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കണക്ക് പറയാൻ പാടില്ല, കണക്കുണ്ടാവരുത്. ഭാര്യ ഭർത്താക്കൾ എന്ന് പറഞ്ഞാൽ ഒരു ജീവൻ രണ്ട് ശരീരം ഒരു മനസ്സാണ്. അങ്ങനെ ജീവിക്കുന്നവർക്ക് മാത്രമേ ഒരു കുടുംബമായിട്ട് ജീവിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലാതെ ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടി കുടുംബമായിട്ട് ജീവിച്ചിട്ട് ഏതൊരു പ്രയോജനമില്ല. നമ്മളെ ജീവിതത്തിൽ നമ്മൾ സത്യസന്ധത പുലർത്തേണ്ടതെന്ന് വെച്ചാൽ ഭാര്യ ഭർത്താക്കന്മാരടുത്ത് ഏറ്റവും കൂടുതൽ സത്യസന്ധത നമ്മൾ പുലർത്തേണ്ടത് ഭാര്യ ഭർത്താക്കന്മാരടുത്ത്. ഒരു കാരണവശാലോ ഭാര്യ ഭർത്താവിൻ്റെ അടുത്ത് കള്ളത്തരം ചെയ്യാൻ പാടില്ല, ഭർത്താവ് ഭാര്യ എടുത്ത് കള്ളത്തരം ചെയ്യാൻ പാടില്ല. രണ്ടുപേരും അതാ പറയുന്നത്, ഒരു മനസ്സും രണ്ട് ശരീരമായിട്ട് ജീവിക്കണം. അത് വളരെ അപൂർവം പേര്, ചില അപ്പൂപ്പന്മാർ അമ്മമ്മമാരെ കണ്ടിട്ടില്ലേ, അവർ വിട്ടുപിരിയില്ല. അവരുടെ ആ ഒരു ജീവിതത്തിൻ്റെ രീതി എന്താണ്, അവരൊന്ന് എങ്ങനെ ജീവിച്ചിരിക്കണമെന്ന് ചിന്തിച്ചു നോക്കണം. ഇത് എന്തിനാണ് ഇങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞാൽ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ, ഇപ്പം ഭാര്യ ജീവിക്കുന്നത് ഭർത്താവിന് വേണ്ടിയാണ്, ഭർത്താവ് കുടുംബം. ഭർത്താവ് ജീവിക്കുന്നത് ഭാര്യ മക്കൾ കുടുംബം. അവർക്ക് വേണ്ടി സ്വന്തം കാര്യം നോക്കുന്നതിലല്ല അവർക്ക് സന്തോഷമുള്ളത്. പണ്ടുള്ളവർ അങ്ങനെയാണ്, പണ്ടുള്ളവരൊക്കെ അങ്ങനെയാണ്, സത്യസന്ധമായിട്ടാണ് ജീവിച്ചിട്ടുള്ളത്. സ്വന്തമായിട്ട് നമ്മൾ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നവർക്ക് കുടുംബം ആവശ്യമില്ല. പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ്, സ്വന്തം കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് നന്മ, എനിക്ക് മാത്രം നമ്മൾ ജീവിക്കുന്നു, എനിക്കത് വേണം ഇത് വേണം, അങ്ങനെ ജീവിക്കണം ഇങ്ങനെ ജീവിക്കണം, മറ്റുള്ളവർ അങ്ങനെ ജീവിക്കണം, നമ്മൾക്ക് അതനുസരിച്ച് ഇങ്ങനെ വേണം എന്നുള്ള ഒരു ചിന്താഗതി ഉള്ള ഒരു കുടുംബ